ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണുണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വായിൽ പുണ്ണുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമാവാം, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ വായിൽ പുണ്ണുണ്ടാവാം. ഈ മെൻഡോസ്, വിക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ മിഠായികൾ കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ നുറുക്ക്, അച്ചാറ് ഇങ്ങനത്തെ സാധനങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ചിപ്സ് അതൊക്കെ. അതുപോലെ തന്നെ ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ബ്രഷ് ഒരു 2 മാസം കൂടുമ്പോഴും മാറ്റാൻ ശ്രദ്ധിക്കുക. ബ്രഷിന്റെ ബ്രിസിൽസ് തട്ടിയിട്ടും ചിലപ്പോൾ സ്ക്രാച്ചുകൾ വരാം. അത് പിന്നീട് വായ്പുണ്ണായിട്ട് മാറാനും സാധ്യതയുണ്ട്. യൂഷ്വലി ഒരു ഡോക്ടറെ കാണിച്ച് മെഡിക്കേഷൻ എടുക്കുക. അതിന്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് വായിൽ പുണ്ണുണ്ടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വായിൽ പുണ്ണുണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമാവാം, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ വായിൽ പുണ്ണുണ്ടാവാം. ഈ മെൻഡോസ്, വിക്സ് അങ്ങനത്തെ ചെറിയ ചെറിയ മിഠായികൾ കഴിയുന്നത് ഒഴിവാക്കുക. അതുപോലെ നുറുക്ക്, അച്ചാറ് ഇങ്ങനത്തെ സാധനങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ചിപ്സ് അതൊക്കെ. അതുപോലെ തന്നെ ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ബ്രഷ് ഒരു 2 മാസം കൂടുമ്പോഴും മാറ്റാൻ ശ്രദ്ധിക്കുക. ബ്രഷിന്റെ ബ്രിസിൽസ് തട്ടിയിട്ടും ചിലപ്പോൾ സ്ക്രാച്ചുകൾ വരാം. അത് പിന്നീട് വായ്പുണ്ണായിട്ട് മാറാനും സാധ്യതയുണ്ട്. യൂഷ്വലി ഒരു ഡോക്ടറെ കാണിച്ച് മെഡിക്കേഷൻ എടുക്കുക. അതിന്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക.